ദുരാത്മാവ് ബാധിച്ചവർ കുടുംബത്തിൽ നിന്നും പോയേ പറ്റൂ. അല്ലെങ്കിൽ നാശമാണ്, സർവനാശം. അച്ഛൻ എന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ടാ. അല്ലെങ്കിൽ അയാളെയും അയാളുടെ പൂജാ സാധനങ്ങളും എടുത്ത് ഞാൻ വെളിയിൽ കളഞ്ഞേനെ. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഒരു പൂജാരിയെ നീ ഇറക്കി വിട്ട അടുത്ത ആളെ കൊണ്ടുവരും. പ്രത്യേകിച്ച് പത്മിനി ഇത് വിശ്വസിച്ചു തുടങ്ങിയ നിലയ്ക്ക് അതുണ്ടാവും. ഭ്രാന്താണ് എല്ലാവർക്കും. അല്ലാതെ രാധികയുടെ ദേഹത്ത് ദുരാത്മാവ് കയറിയെന്നും പറഞ്ഞ് പച്ചക്കള്ളം പറയാൻ എങ്ങനെ എല്ലാവർക്കും പറ്റുന്നത്? എന്റെ ശരീരത്തിൽ ദുരാത്മാവ് കയറേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ എല്ലാവരുടെയും ആഗ്രഹം എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്നാണല്ലോ. മക്കളെ, ഇതിലെന്തോ ചതിയുണ്ട്. ആ പൂജാരിയുടെ രീതി വച്ചിട്ട് ഈ ഒരു കാര്യം പറയാനായി വന്ന ഒരാളായിട്ടാ എനിക്ക് തോന്നുന്നേ. ആ പൂജാരിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണെങ്കിലോ? അതിനൊന്നിനും മടിക്കില്ല ചെറിയമ്മയും മോളും. ആരെ കൊണ്ട് പറയിപ്പിച്ചതായാലും ശരി, ഇനിയിപ്പോ കണിമംഗലത്തിന്റെ ശാപം എങ്ങനെയെങ്കിലും തീർക്കണം എന്നല്ലേ എല്ലാരും ചിന്തിക്കും. ഏറ്റവും നഷ്ടമില്ലാത്തൊരു ഏർപ്പാട് ഞാനിവിടുന്ന് പോവാന്നല്ലേ. തന്നെ ഇവിടെ നിന്ന് ആരും അങ്ങനെ ഇറക്കി വിടത്തൊന്നുമില്ല. തന്റെ കഴുത്തിൽ ഞാൻ താലി കിട്ടിയതേ തന്നെ സംരക്ഷിക്കാമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലാ. മുത്തശ്ശി, ഇത് ചതിയാണെന്ന് 100% ഉറപ്പാ. വിട്ടുകൊടുക്കാൻ എന്തായാലും ഞാൻ തീരുമാനിച്ചിട്ടില്ല. നീ രാധിക മോളുടെ കൂടെ ഉറച്ചു നിന്ന ഇവർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആത്മാവിന്റെ കാര്യമല്ലേ, ഇതൊക്കെ ഒന്ന് കൂടി വന്ന ഇതിനേക്കാൾ വിശേഷപ്പെട്ട പൂജാരിമാരുണ്ടല്ലോ ഈ നാട്ടില്. എന്തിന്? അവരും ഇതൊക്കെ തന്നെ ആവർത്തിക്കാൻ വേണ്ടിയോ? വിശ്വാസങ്ങളെ പൂർണ്ണമായും തള്ളി പറയണ്ട. വിശ്വാസത്തിന്റെ പേരില് തെറ്റ് ചെയ്യുന്നതിനെയാണ് തള്ളി പറയേണ്ടത്. മോളെ രാധികെ, നീ പേടിക്കണ്ട. നിനക്കൊരു കുഴപ്പവും വരില്ല. ഏട്ടത്തെയും ചെറിയമ്മയൊക്കെ എനിക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്യുന്ന ഞാൻ കരുതാറുണ്ട്. പക്ഷേ ഇങ്ങനൊരു വഴി അവർ കണ്ടെത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇത് കുറച്ച് എളുപ്പമാണല്ലോ. വിശ്വാസത്തിന്റെ കളിയല്ലേ. എടോ, ഒന്നിച്ചു നിന്ന് നമുക്കതൊക്കെ തോൽപ്പിക്കണം, അത്രേ ഉള്ളൂ.